വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് ഷൈജു. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്, നമുക്കറിയാം നമ്മുടെ പരീക്ഷയ്ക്ക് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. സോ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടാകും എല്ലാവരും. അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് കുറച്ചുകൂടി നീട്ടിട്ടുണ്ട് കേട്ടോ. അതായത് ജനുവരി മാസം 13-ാം തീയതി വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനിയും അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തവര് ഒന്നുകൂടി ഒന്ന് കൺഫേം ചെയ്യുക. സോ ഈ ഒരു കാര്യം തുടക്കത്തിൽ ഓർമ്മിപ്പിച്ചത് മുമ്പോട്ടുള്ള യാത്രയ്ക്ക് ഒരു ബുദ്ധിമുട്ടും വരാതിരിക്കുവാനും വേണ്ടിയിട്ടാണ്. സോ നമ്മുടെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന സമയത്ത് ഇനിയുള്ള ദിവസങ്ങളിലെ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഒരുപാട് ആശയക്കുഴപ്പമുള്ളത്, സാറേ ഈ മാത്സിനകത്തെ ഈ 10 മാർക്ക് എങ്ങനെയാണ് നേടിയെടുക്കേണ്ടത്? സാറേ ഈ മാത്സിനകത്തെ 20 ചോദ്യങ്ങൾ, ആ 20 ചോദ്യങ്ങളിനകത്ത് നിന്ന് കിട്ടുന്ന ആ 10 മാർക്ക് ഉണ്ടല്ലോ, അത് നിങ്ങളുടെ റാങ്കിനെ വളരെയധികം നിർണ്ണയിക്കും. കാരണം നമ്മുടെ ഈ മാത്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ആ 10 മാർക്കും അടിക്കാൻ പറ്റും. അതായത് 20 ചോദ്യത്തിന്റെ ഉത്തരം ഉറപ്പായിട്ടും കിട്ടുന്നതാണ്. കഴിഞ്ഞ നമ്മുടെ പരീക്ഷ എഴുതിയപ്പോഴും അതിനു മുമ്പ് പരീക്ഷ എഴുതിയപ്പോഴും ഒക്കെ നമ്മുടെ CCയിലെ കുട്ടികൾ മാത്സിന്റെ കാര്യത്തില് വലിയൊരു മുന്നേറ്റമാണ് കാഴ്ചവെച്ചത്. കാരണം അവരെ കൃത്യമായിട്ട് അത് പ്രാക്ടീസ് ചെയ്ത് തുടക്കം മുതൽ നോട്ടിഫിക്കേഷൻ വന്ന സമയം മുതൽ കൃത്യമായിട്ട് ഓരോ ദിവസവും നമ്മൾ പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ കൃത്യമായിട്ട് ഉദ്യോഗാർത്ഥികളെ പറഞ്ഞു കൊടുത്തത് കൊണ്ട് സ്വാഭാവികമായിട്ടും പരീക്ഷയ്ക്ക് പോയപ്പോൾ ആ ലെവലിലുള്ള ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് ചോദിച്ചത്. സോ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ മാത്സ് എന്താണ് പഠിക്കേണ്ടത്, എങ്ങനെ പഠിച്ചു കഴിഞ്ഞാല് ഈ 10 മാർക്കിനകത്തുനിന്ന് ഒരു 9 മാർക്ക് അല്ലെങ്കിൽ 9.5 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യമാണ് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ പോകുന്നത്. വീഡിയോ ആദ്യ അവസാനം വരെ നിങ്ങൾ മൊത്തത്തിൽ കണ്ടു നോക്കണം കേട്ടോ. സോ പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങളിൽ, ഒന്ന്, സ്വാഭാവികമായിട്ടും പഠിക്കാൻ നമ്മൾ മുമ്പോട്ട് പോകുന്നു. പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഈ 2025 വന്നിരിക്കുന്ന ഈ ഒരു നോട്ടിഫിക്കേഷൻ 2025 പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുമ്പോൾ 2025 വരുന്ന റാങ്ക് ലിസ്റ്റിനകത്ത് ആദ്യത്തെ 50-നകത്ത് അല്ലെങ്കിൽ ആദ്യത്തെ 100-നകത്ത് നിങ്ങളുടെ പേരുണ്ടാകണം. അതായത് 2025 നിങ്ങൾ തുടക്കത്തിൽ തന്നെ എഴുതാൻ പോകുന്ന ഈ ഒരു പരീക്ഷ ജീവിത ചരിത്രത്തിലെ, ജീവിത യാത്രയിലെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒരു പരീക്ഷയാക്കി മാറ്റിയെടുക്കാൻ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. സോ ഈ ഒരു പ്രതിജ്ഞാബദ്ധതയോട് വേണം നമ്മൾ മുമ്പോട്ട് പോകാൻ. സോ വലിയൊരു സാധ്യതയാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ കൂട്ടോ അല്ലെങ്കിൽ അതിന് മുമ്പത്തെ പ്രാവശ്യത്തെ കൂട്ടോ അല്ല, ഇത്തവണ 250-ലധികം ഒഴിവുകളാണ് ഒഫീഷ്യലായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സോ അതിനകത്തുനിന്ന് നമുക്കുള്ള സാധനം എവിടെയോ ഉണ്ട്. സോ നേടിയെടുക്കുക, മുമ്പോട്ട് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക. ഓരോ ദിവസങ്ങളും, ഓരോ മണിക്കൂറുകളും, ഓരോ മിനിറ്റുകളും നിങ്ങളെ സമീപിച്ച് നോക്കുമ്പോൾ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ട ഒരു സമയമാണ്. സോ ആ ഒരു സമയം ഫലപ്രദമായിട്ട് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മുമ്പോട്ടുള്ള യാത്ര ഏറ്റവും ഭംഗിയായിട്ട് അവസാനിപ്പിക്കണം. അതായത് 2025 നിങ്ങൾ സർവീസിൽ കയറണം. ആ രീതിയിലുള്ള ഒരു പ്രിപ്പറേഷനുമായിട്ടാണ് മുമ്പോട്ട് പോകേണ്ടത്. അപ്പൊ നമുക്കറിയാം ഇവിടെ മക്കളെ മാത്സിന്റെ കാര്യത്തിലെ 20 ചോദ്യങ്ങൾ, ഓരോ ചോദ്യത്തിനും 1/2 മാർക്ക് വെച്ചാണ്. അതായത് 10 മാർക്ക്. നെഗറ്റീവ് മാർക്ക് ഇല്ലാത്ത ഒരു മത്സര പരീക്ഷയാണ് CSEB നടത്തുന്ന ക്ലർക്ക് കാഷ്യർ പരീക്ഷ. സോ അത് തന്നെ വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. കാരണം സ്വാഭാവികമായിട്ടും 2 എണ്ണം വെട്ടിക്കളഞ്ഞു, 3-മത്തെയോ 4-മത്തെയോ ആണ് ആൻസർ എങ്കിലേ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ മനസ്സ് കൂടുതൽ പറയുന്നു 3 ആണെന്ന് പറയുന്നു. അതിലേക്ക് കുത്തുമ്പോൾ നമ്മൾ PSC പരീക്ഷ എഴുതുന്നു അല്ലെ SSC പരീക്ഷ എഴുതുന്ന സമയത്ത് തെറ്റാണെങ്കിൽ നമ്മുടെ ഉള്ള മാർക്ക് കൂടെ നഷ്ടപ്പെട്ടു പോകാറുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനല്ല. നിങ്ങൾക്ക് ആ 160 ക്വസ്റ്റിനും അറ്റൻഡ് ചെയ്യാം. സോ നല്ല മാർക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ റാങ്ക് ലിസ്റ്റിന്റെ ആദ്യ ഭാഗത്ത് നിങ്ങളുടെ പേരുണ്ടാകും. അപ്പൊ നമ്മുടെ ലക്ഷ്യം തന്നെ നല്ല മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ള രീതിയിലായിരിക്കണം മുമ്പോട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് പോകേണ്ടത്. അപ്പോൾ മാത്സിന്റെ കാര്യത്തില് ഇനിയുള്ള ദിവസങ്ങൾ ഏതൊക്കെ ചാപ്റ്ററാണ് പഠിക്കേണ്ടത്, ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ചാപ്റ്ററുകൾ ഏതൊക്കെയാണ്? എടാ മാത്സിന്റെ കാര്യത്തില് ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്ററുകൾ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ചാപ്റ്ററുകളാണ്. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്ന ചാപ്റ്ററുകൾ. സോ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്ന ഈ ചാപ്റ്ററുകളാണ് നിങ്ങൾ മുമ്പോട്ട് പോകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത്. അതിനകത്ത് ഒരു വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല. അതായത് നമുക്കറിയാം ഈ ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ, അതിനകത്ത് ട്രെയിൻ വരാറുണ്ട്. സോ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ പോലും ട്രെയിനിന്റെ ചോദ്യങ്ങൾക്കാണ് കൂടുതൽ പരിഗണന കൊടുക്കുന്നത്. നമ്മുടെ വീഡിയോ സെഷൻ പരിശോധിക്കുകയാണെങ്കിൽ ട്രെയിനിന്റെ ഒരു 1-2 വീഡിയോസ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിന് വലിയൊരു റെസ്പോൺസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഒരുപാട് പേരാണ് ആ വീഡിയോ കാണുകയും
അതിന്റെ ആൻസറുകൾ കൃത്യമായിട്ട് കമന്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾ ട്രെയിനിന്റെ കാര്യത്തില് ആ മുൻപ് കിടക്കുന്ന വീഡിയോ കൃത്യമായിട്ട് കണ്ടു പഠിക്കുക. ട്രെയിൻ എന്ന് പറയുന്ന ചാപ്റ്ററും അതുപോലെ ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ജനറൽ ചാപ്റ്ററും ട്രെയിൻ എന്ന് പറയുന്ന ചാപ്റ്ററും മുമ്പോട്ട് പഠിക്കുന്ന സമയത്ത് കൂടുതൽ ചോദ്യങ്ങൾ ചെയ്തുകൊണ്ട് ആ 4 ടൈപ്പ് ചോദ്യങ്ങളും ഏറ്റവും ഭംഗിയായിട്ട് പഠിച്ച് മുമ്പോട്ട് പോകണം. ഇതാണ് ഒന്നാമത്തെ ചാപ്റ്റർ. 2 ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്ന ചാപ്റ്റർ. സോ ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഏകദേശം 11 ടൈപ്പ് ചോദ്യങ്ങളുണ്ട്. സോ ഈ 11 ടൈപ്പ് ചോദ്യങ്ങളും കൃത്യമായിട്ട് പഠിച്ച് ഒരു ടൈപ്പിനകത്ത് ഒരു 3 ചോദ്യങ്ങൾ വെച്ച് പ്രാക്ടീസ് ചെയ്ത് ഈ 11 ടൈപ്പ് ചോദ്യങ്ങളും ഏറ്റവും ഭംഗിയായിട്ട് പഠിച്ചുകൊണ്ട് മുമ്പോട്ട് പോകേണ്ടതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ചാപ്റ്റർ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ, അംശബന്ധം അനുപാതം എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ഈ ഒരു ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. സോ ആ ചോദ്യങ്ങൾ പരിചയപ്പെട്ട് നിങ്ങൾ മുമ്പോട്ട് പോകണം. മുൻ വർഷങ്ങളിൽ ചോദിച്ചു പോയ ചോദ്യങ്ങളുടെ പാറ്റേൺ മനസ്സിലാക്കി ഏകദേശം 9 ടൈപ്പ് ചോദ്യങ്ങളാണ് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്തുള്ളത്. ഇതെല്ലാം പരീക്ഷയ്ക്ക് മുമ്പായിട്ട് ഏറ്റവും ഭംഗിയായിട്ട് പ്രിപ്പയർ ചെയ്യണം. സോ ഇതെല്ലാം പഠിച്ചിട്ട് പോകണം. ചുരുക്കി പറഞ്ഞാല് ടൈം ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് ഒരു 4 ടൈപ്പ് ചോദ്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളുണ്ട്, അത് നോക്കണം. ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് നിന്ന് 11 ടൈപ്പ് ചോദ്യങ്ങളുണ്ട്. ഈ 11 ടൈപ്പ് ചോദ്യങ്ങളും ഏറ്റവും ഭംഗിയായിട്ട് പഠിച്ചുകൊണ്ട് മുമ്പോട്ട് പോകണം. റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ 9 ടൈപ്പ് ചോദ്യങ്ങളാണ് ഉള്ളത്. ആ 9 ടൈപ്പ് ചോദ്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കണം. ഏറ്റവും അവസാനം മിക്സ്ചറുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമുണ്ട്, അതും കൂടെ നോക്കിയിട്ട് പോകണം. അതുപോലെ LCM ആൻഡ് HCF എന്ന് പറയുന്ന ചാപ്റ്ററിലെ സാധാരണ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ടാണ് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ എണ്ണൽ സംഖ്യകളുടെയോ അതായത് നാച്ചുറൽ നമ്പേഴ്സിന്റെയോ ഡെസിമൽ നമ്പേഴ്സിന്റെയോ അല്ലെങ്കിൽ ഫ്രാക്ഷൻസിന്റെയോ അല്ലെങ്കിൽ എക്സ്പോണൻസിന്റെയോ LCM കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ HCF കണ്ടുപിടിക്കാനോ ആയിരിക്കും ചോദിക്കുന്നത്. അല്ലെങ്കിൽ 2 സംഖ്യകളുടെ LCM HCF തരുന്നു, അതിൽ ഒരു നമ്പർ തന്നിട്ട് രണ്ടാമത്തെ സംഖ്യ ഏത് എന്നൊരു ചോദ്യം സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അതിനടുത്തത് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഉറപ്പായിട്ടും ഒരു ചോദ്യം അല്ലെങ്കിലേ ഉള്ളൂ. പക്ഷെ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ അത്രമേൽ ഇമ്പോർട്ടന്റ് ആണ്. തുടക്കത്തിൽ കിടക്കുന്ന ഒരു 6-7 ടൈപ്പ് ചോദ്യങ്ങളെങ്കിലും നിങ്ങൾ പഠിച്ചുകൊണ്ട് മുമ്പോട്ട് പോകണം. ഏറ്റവും സിമ്പിൾ ചാപ്റ്റർ ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്ന ചാപ്റ്റർ. അടുത്തത് പെർസെന്റേജ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് തുടക്കത്തിൽ നിങ്ങൾ പെർസെന്റേജ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പഠിച്ച് ഏറ്റവും അവസാനം വെൻ ഡയഗ്രം ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ നോക്കിയിട്ട് പോകണം. പെർസെന്റേജ് എന്ന് പറയുന്ന ചാപ്റ്റർ ഏറ്റവും പ്രധാനപ്പെട്ട ചാപ്റ്റർ ആണ്. അടുത്തത് സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും. തുടക്കത്തിൽ കിടക്കുന്ന ഇപ്പൊ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ ആദ്യത്തെ ഒരു 4 ടൈപ്പ് ചോദ്യങ്ങൾ നോക്കുക. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണെങ്കിൽ വാർഷികമായിട്ട് കൂട്ടുപലിശ കണക്കാക്കുന്നതും അർദ്ധവാർഷികം പാദവാർഷികം പിന്നെ ഡിഫറൻസ് കണ്ടുപിടിക്കാനുള്ള ചോദ്യം കൂടെ മാത്രം നോക്കിയാൽ മതി കേട്ടോ. അതിനുശേഷം നമുക്ക് വരുന്നത് സിംപ്ലിഫിക്കേഷൻ ആണ്. സിംപ്ലിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ബോട്ട്മാസ് റൂൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യേണ്ട ചോദ്യങ്ങളാണ്. ഇപ്പൊ നമ്മൾ ഇത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ബോട്ട്മാസ് റൂളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങൾ ഏറ്റവും ഭംഗിയായിട്ട് പഠിക്കണം. അതിനുശേഷം ആവറേജ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്തുനിന്ന് ഒരു 5 ടൈപ്പ് ചോദ്യങ്ങൾ, ആദ്യം കിടക്കുന്ന 5 ടൈപ്പ് ചോദ്യങ്ങൾ, അതിനകത്ത് ആള് പോകുന്നത് അതേപോലെ ഒരാളിന് പകരം ഒരാൾ വരുന്ന ചോദ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ഏറ്റവും ഭംഗിയായിട്ട് നോക്കണം. അത് പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. അതേപോലെ അരിത്തമെറ്റിക് എബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതായത് ഈ ചാപ്റ്ററിൽ നിന്നല്ലാതെ ചില ചോദ്യങ്ങളൊക്കെ നിങ്ങൾ കാണാറില്ല, വരിക്കണക്കായിട്ട് വരുന്ന ചോദ്യങ്ങൾ. അതായത് സെന്റൻസിനകത്ത് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്തെങ്കിലും കണ്ടുപിടിക്കാൻ ചോദിക്കാറുണ്ട്. കോമൺ സെൻസ് കൊണ്ട് പ്രോബ്ലം ചെയ്യാൻ പറ്റുന്ന കുറെ ചോദ്യങ്ങളുണ്ട്. അതാണ് അരിത്തമെറ്റിക് എബിലിറ്റി എന്ന് പറയുന്ന ഭാഗം. ആ ഒരു ചാപ്റ്ററിലെ ചോദ്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ നോക്കണം. അത് PYQs എടുത്ത് വെച്ച് ക്ലാസ്സിൽ പഠിച്ചാലും മതി. അത് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആ ചോദ്യങ്ങൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന്. ഇതാണ് മാത്സിനകത്തെ ചാപ്റ്ററുകളുടെ പ്രത്യേകത. മക്കളെ മെന്റൽ എബിലിറ്റി പോർഷനകത്തേക്ക് പോകുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ പരിഗണന കൊടുക്കേണ്ടത് മെന്റൽ എബിലിറ്റി അല്ലെങ്കിൽ റീസണിങ് പോർഷനാണ്. സോ റീസണിങ് പോർഷനകത്തേക്ക് നമ്മൾ കടക്കുമ്പോൾ നമ്പർ സീരീസ് ഒന്നിലധികം നമ്പർ സീരീസ് ചോദിക്കാറുണ്ട്. ഇതിനൊക്കെ കൃത്യമായ ധാരണ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് മുൻവർഷ ചോദ്യങ്ങൾ പഠിക്കുമ്പോൾ ഏതാണ് ചോദിച്ചത്, ഇനി അതുപോലൊരു ചോദ്യം വരുമ്പോൾ സാർ അന്ന് അത് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ആ ധാരണ വെച്ചുകൊണ്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് സാറേ നമ്പർ സീരീസ് ഒക്കെ എളുപ്പമല്ലേ സാറേ, അത് ഞങ്ങൾ അങ്ങ് ചെയ്തോളാം. അല്ല, നമ്പർ സീരീസിലെ ചോദ്യങ്ങൾ ചിലപ്പോൾ ഒരു പക്ഷേ ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. അത് എങ്ങനെ ക്രാക്ക് ചെയ്യണമെന്ന് ചോദിച്ചാൽ സ്ഥിരമായിട്ട് മുൻ വർഷങ്ങളിൽ നമ്മൾ കണ്ടുമാറിയ എല്ലാ ചോദ്യങ്ങളും എടുത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും മുൻ വർഷങ്ങളിൽ ഏതൊക്കെയാണോ ചോദിച്ചത്, ആ ചോദ്യങ്ങളുടെ സൊല്യൂഷൻ എങ്ങനെയാണോ വന്നിരിക്കുന്നത്, അതുപോലെ ആയിരിക്കും അടുത്തതും വരുന്നതെന്നുള്ള കാര്യം കൃത്യമായിട്ട് പറയാൻ സാധിക്കും. ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് നമ്പർ സീരീസിന്റെ കാര്യത്തിലും അതേപോലെ കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് എന്ന് പറയുന്ന ഭാഗവും നമ്പർ പാറ്റേണിലും
അതേപോലെ പാറ്റേൺ, ജനറൽ ആയിട്ട് വരുന്ന പാറ്റേണിലും നിങ്ങൾക്ക് ഈ ഒരു ഐഡിയ ഉപയോഗിക്കാം. അതായത് മുൻ വർഷങ്ങളിൽ ചോദിച്ചു മാറിയ ചോദ്യങ്ങളുടെ അതേ പാറ്റേൺ വീണ്ടും ഇത്തരം ചാപ്റ്ററുകളിൽ വീണ്ടും ചോദിക്കാം. അതുകൊണ്ട് മുൻവർഷ ചോദ്യങ്ങൾ ഏറ്റവും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം എന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ആ ചാപ്റ്ററുകൾ. അതുപോലെ ഡയറക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം, ഡയറക്ഷൻ ഇല്ലാത്ത ചോദ്യ പേപ്പറേ ഇല്ല അല്ലേ. രാജു ഇടത്തോട്ട് പോയി വലത്തോട്ട് തിരിഞ്ഞു അങ്ങനെ വരുന്ന ചോദ്യങ്ങൾ അത് നോക്കണം. ഓക്കെ. അതുപോലെ തന്നെ റാങ്കിങ്. അവിടെ റാങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു വരിയില് നമ്മുടെ രാജു ഇടത് നിന്ന് 10ാമതാണ്, വലത് നിന്ന് 8ാമതാണ്, അങ്ങനെ മാറുന്ന ചോദ്യങ്ങൾ. സോ അത്തരം ചോദ്യങ്ങളാണ് ലീനിയർ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. സോ ലീനിയർ അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ റാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അതിലെ കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അതിനുശേഷമാണ് കലണ്ടറും ക്ലോക്കും വരുന്നത്. സോ കലണ്ടർ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഒരു മാസവും ഒരു ഡേറ്റും അതേപോലെ ഒരു മന്തും തന്നിട്ട് കഴിഞ്ഞാൽ ആ ദിവസം ഏതാണെന്ന് ചോദിക്കാം, അങ്ങനെ ചോദിക്കാം. അല്ലെങ്കിൽ ഒരു ഡേറ്റ് തന്നിട്ട് മറ്റൊരു ഡേറ്റ് കണ്ടുപിടിക്കാൻ ചോദിക്കാം. അല്ലെങ്കിൽ ഇന്ന് ബുധനാഴ്ചയാണെങ്കിൽ 50 ദിവസങ്ങൾക്ക് ശേഷമുള്ള ദിവസം ഏത്? അത്തരം ചോദ്യങ്ങളൊക്കെ കലണ്ടറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചോദ്യമാണ്. സോ കലണ്ടർ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഏറ്റവും ചുരുങ്ങിയത് ആദ്യത്തെ 5 ടൈപ്പ് ചോദ്യങ്ങളെങ്കിലും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയിട്ട് പോകണം. അത് തന്നെയാണ് ക്ലോക്കിന്റെ അവസ്ഥയും. പക്ഷെ ക്ലോക്കിന്റെ ചോദ്യങ്ങൾ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ക്ലോക്കിന്റെ ആംഗിൾ കണ്ടുപിടിക്കാനാണ് ചോദിക്കുന്നത്. അതായത് ഒറ്റ ഇക്വേഷൻ 30h - 11/2m എന്ന് പറയുന്ന ഇക്വേഷൻ. ആ ഒരു ഒറ്റ ഇക്വേഷൻ വെച്ചുകൊണ്ട് ക്ലോക്കിന്റെ എന്ത് കിട്ടാറുണ്ട്? ആംഗിൾ കിട്ടാറുണ്ട്. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മിറർ ഇമേജ് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അത് മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. അതിനുശേഷം നമ്മുടെ ബ്ലഡ് റിലേഷൻ എന്ന് പറയുന്ന ഭാഗം, ബ്ലഡ് റിലേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ബ്ലഡ് റിലേഷൻ ഉറപ്പിക്കാവുന്ന ചോദ്യമാണ്. ഒരുപാട് ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. സോ അതുകൊണ്ട് ബ്ലഡ് റിലേഷൻ എന്ന് പറയുന്ന ഭാഗം ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കണം. നമ്മൾ ഈ വീഡിയോ സെഷൻ പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും താഴെ നമ്മൾ ഒരു 2 പാർട്ടായിട്ട് ബ്ലഡ് റിലേഷന്റെ ചോദ്യങ്ങൾ ചെയ്തിട്ടുമുണ്ട്. സോ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. അതുപോലെ തന്നെ ഫിഗർ ബേസ്ഡ് ചോദ്യങ്ങൾ, അതായത് ഒരു ഫിഗർ കിട്ടിക്കഴിഞ്ഞാൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരുന്ന ഫിഗറിനകത്ത് എത്ര ട്രയാങ്കിൾ ഉണ്ട്, എത്ര സ്ക്വയർ ഉണ്ട്, എത്ര റെക്റ്റാങ്കിൾ ഉണ്ട്, ഒരു 6-7 ടൈപ്പ് ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അതിന്റെ ഒരു ട്രിക്കുകളുണ്ട്. ആ ട്രിക്കുകളെല്ലാം നിങ്ങൾ പഠിച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് പോകുവാന്. സില്ലോജിസം എന്ന് പറയുന്ന ഭാഗത്തുനിന്ന് സമ്മ്, ഓള്, നോ ഈ 3 സാധനങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് എങ്ങനെയാണ് ഒരു ചോദ്യം കണ്ടു കഴിഞ്ഞാൽ അതിന്റെ കൺക്ലൂഷൻ പാർട്ടിലേക്ക് എത്തേണ്ടത് എന്നുള്ള കാര്യം കൂടെ ഈ അവസാന ഘട്ടത്തിൽ നിങ്ങൾ നോക്കിയിട്ട് പോകണം. എന്താണ് ഞാൻ പറഞ്ഞത്? സില്ലോജിസം. സില്ലോജിസം എന്ന് പറഞ്ഞാൽ വെൻ ഡയഗ്രം വരച്ചുകൊണ്ട് ചെയ്യുന്ന പരിപാടിയാണ്. സോ സില്ലോജിസം സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻ തരും. നിങ്ങൾ ആ സ്റ്റേറ്റ്മെന്റ് നോക്കുക, കൺക്ലൂഷൻ നോക്കുക, ഏതൊക്കെ കൺക്ലൂഷൻ ആണ് ഫോളോ ചെയ്യാൻ പറ്റുന്നത് എന്ന് മാത്രമാണ്. അതാണ് നമ്മുടെ ചോദ്യം. ഏറ്റവും അവസാനം ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡയഗ്രം, അത് ചിലപ്പോൾ ഒരു പൈ ഡയഗ്രം ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ബാർ ഡയഗ്രം ആയിരിക്കാം. ഏതെങ്കിലും ഒരു ഡയഗ്രം തന്നിട്ട് അവർ ചോദിക്കും, അവരുടെ ചോദ്യത്തിനനുസരിച്ച് നിങ്ങൾ ആ ഡയഗ്രം നോക്കിയിട്ട് ആൻസറിലേക്ക് എത്തണം. സോ അതാണ് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്ന ഭാഗം. അതും എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. സോ ഇത്രയും സാധനങ്ങളാണ് മാത്സിനകത്തെയും മെന്റലബിലിറ്റി പോർഷനകത്തെയും ടോപ്പിക്കുകളായിട്ട് വരുന്നത്. ഈ അവസാന ഘട്ടത്തിലെ ഇത്രയും പോർഷൻ എങ്കിലും തുടക്കത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം, അതായത് ഞാനിപ്പോ ഓരോ ചാപ്റ്ററുകൾ പറയുമ്പോൾ നിങ്ങളോട് പറയാറുണ്ട്, എടാ ഇത്രയും ടൈപ്പ് എങ്കിലും നോക്കണം, ഇത്രയും ടൈപ്പ് എങ്കിലും നോക്കണം എന്ന് പറയുമ്പോൾ അത്രയും ടൈപ്പുകൾ മുൻ വർഷ ചോദ്യങ്ങളിലെ ഒരുപാട് പരീക്ഷകളിൽ വന്നു പോയത് കൊണ്ടാണ് അത് പറയുന്നത്. സോ അത്രയും ചോദ്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോക്കിയിട്ട് പോകണം, അത്രയും എങ്കിലും. കാരണം നിങ്ങളുടെ മുമ്പിലെ ഇനി ഒരു 30 ദിവസമുണ്ട്. സോ ഇനിയുള്ള ഓരോ ദിവസങ്ങളും നിങ്ങളുടെ ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ട വർഷമാണ്. സോ അടുത്ത ഒരു 30 ദിവസം എടുക്കുന്ന എഫോർട്ടിന്റെ റിസൾട്ട് ആണ് ജീവിതത്തിൽ അടുത്ത 30 വർഷത്തിൽ നമ്മൾ റിഫ്ലക്ട് ചെയ്യാൻ പോകുന്നത്. സോ അതുകൊണ്ട് ഒരു വിട്ടുവീഴ്ച മനോഭാവവും കാണിക്കാതെ ഏറ്റവും ഭംഗിയായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ 2025 തന്നെ സർവീസിലേക്ക് നിങ്ങൾക്ക് കയറുവാൻ സാധിക്കും. സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മനസ്സിലെ ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാവും. അവസാന ഘട്ടത്തില് പരീക്ഷയുടെ അടുത്ത് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ പിഴവുകൾ മാത്രം നമ്മൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുമ്പോട്ട് പോയിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. നമുക്ക് ഒരുപാട് പിഴവുകൾ ഉണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം. മെയിൻ ടൈം നമ്മൾക്കുള്ള എബിലിറ്റീസ് ഉണ്ടല്ലോ, അത് അംഗീകരിക്കാൻ കൂടി ഒന്ന് മനസ്സ് കാണിക്കണം. നമ്മളാണ് ഏറ്റവും ബെസ്റ്റ്. നമ്മളെ കൊണ്ട് സാധ്യമാകാത്തത് നമ്മുടെ കൂടെ പരീക്ഷ എഴുതുന്ന ആൾക്കാരെ കൊണ്ട് സാധ്യമാകില്ല എന്നുള്ള
ആത്മവിശ്വാസത്തോടുകൂടി കൃത്യമായിട്ട് പഠിച്ചുകൊണ്ട് നിങ്ങൾ മുമ്പോട്ട് പോവുക. തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള സംശയങ്ങളൊക്കെ പരിഹരിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ ജനുവരി 13 ഒരു ഫ്രീ വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു വെബിനാറിന്റെ പ്രത്യേകത രാത്രി 9 മണിക്കാണ്. എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ്. സോ ഈ ഒരു വെബിനാറിലെ നിങ്ങൾക്ക് ആതിര മിസ് എല്ലാ സംശയങ്ങളും ക്ലിയർ ചെയ്ത് തരും. അതായത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇനിയൊക്കെ ഏതൊക്കെ ഭാഗങ്ങളാണ് കൂടുതൽ കേന്ദ്രീകരിക്കേണ്ടത്, സ്വാഭാവികമായിട്ട് നമ്മുടെ സംശയമാണ്. കാരണം നമ്മളെല്ലാവരും ഉടായ്പാണ്. ഏത് മേഖലയിൽ ഉടായ്പ് കാണിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്തായാലും അറിവ് നേടുക എന്നുള്ളതിന് അപ്പുറത്തേക്ക് മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം, അല്ലേ? അപ്പൊ അതുകൊണ്ട് ഇത് ഏത് മേഖലകൾ പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മാർക്ക് അടിക്കാൻ പറ്റും, ഇതൊക്കെയാണ് നമ്മുടെ മുമ്പിലുള്ള ലക്ഷ്യം. സോ അത് അവസാന അറ്റകൈയാണ്. സോ അത് സ്വാഭാവികമായിട്ടും എക്സ്പേർട്ടായിട്ടുള്ള അധ്യാപകരുടെ കയ്യിൽ നിങ്ങൾ ഏതൊക്കെ ടോപ്പിക്കാണ് ഇനി പഠിക്കേണ്ടത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. CC-യിലൂടെ ഒരു ഉദ്യോഗാർത്ഥി ജോലിക്കാരനാകുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഞങ്ങളുടെ വിജയമാണ്, CC-യുടെ വിജയമാണ്. സ്വാഭാവികമായിട്ടും ഓരോ സാധ്യതകളും ദൈവം നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുതരുന്നത് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അത് ഓരോ സാധ്യതകളും നിങ്ങൾ തള്ളി കളയുവാണെന്നുണ്ടെങ്കിൽ സോ ഒന്നും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കത്തില്ല. സോ എല്ലാ സാധ്യതകളെയും ചെറിയ സാധ്യതകളാണെങ്കിൽ പോലും എല്ലാ സാധ്യതകളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുക. 2025 തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോലി നേടാൻ സാധിക്കും. അപ്പോ ഈ ഒരു വെബിനാറിൽ പങ്കെടുക്കുവാൻ വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ടും നിങ്ങളുടെ സംശയങ്ങൾ ക്ലിയർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയുള്ള ദിവസങ്ങള് ഇന്ന ടോപ്പിക്കുകൾ പഠിച്ചു കഴിഞ്ഞാൽ മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ സാധിക്കും. അതല്ലേ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്? സോ അതിനു വേണ്ടിയിട്ട് ആ ഒരു വെബിനാറിൽ പങ്കെടുക്കുവാൻ വേണ്ടി താഴെ ഒരു ഗൂഗിൾ ഫോം നമ്മൾ പിൻ ചെയ്തിട്ടുണ്ട്. സോ അതിനകത്തേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക. സ്വാഭാവികമായിട്ടും ഈ ഒരു വെബിനാറിൽ ഒരു ഫ്രീ വെബിനാർ ആണ്. സോ പങ്കെടുക്കുക, എല്ലാ സംശയങ്ങളും ക്ലിയർ ചെയ്യുക. ഇനിയുള്ള 30 ദിവസം സ്വാഭാവികമായിട്ടും എന്തെങ്കിലുമൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നേടിയെടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും സംശയമുണ്ട്. ഇനിയുള്ള 30 ദിവസം പഠിച്ചാൽ പോലും നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ സാധിക്കും, നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. പക്ഷേ നമ്മൾ പറഞ്ഞ പ്രത്യേകത ഉണ്ടല്ലോ, അതായത് കുറച്ച് പ്രധാനപ്പെട്ട മേഖലകളുണ്ട്. ഇപ്പൊ മാത്സിന്റെ കാര്യത്തില്, അതേപോലെ ഇംഗ്ലീഷിന്റെ കാര്യത്തില്, ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. ഇപ്പൊ മാത്സ്, ഇംഗ്ലീഷ്, അതുപോലെ GK ഭാഗങ്ങളുണ്ടല്ലോ, ആ 30 മാർക്ക് ഉണ്ടല്ലോ, വലിയ അപ്ഡേറ്റ്സ് ഇല്ലാത്തൊരു ഭാഗമാണ്. നിങ്ങൾക്ക് ആ 30 മാർക്കിനകത്തുനിന്ന് ഒരു 27-28 മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുവാണെങ്കിൽ അതൊരു ആഡ് ഓൺ ആയിട്ട് മാറും. മാത്രമല്ല സബ്ജക്റ്റ് എക്സ്പേർട്ടിൽ നിന്നും നിങ്ങൾ ഒരുപാട് മുമ്പിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഒരു വലിയ യാഥാർത്ഥ്യത. അതിനകത്ത് മാത്സിന്റെ കാര്യത്തിൽ വലിയ പങ്കാണ്. സോ മാത്സിന് വലിയ പരിഗണന നമ്മൾ നൽകിക്കൊണ്ട് 30 ദിവസത്തെ ഒരു ക്രാഷ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഏറ്റവും നല്ല രീതിയിൽ, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ബുള്ളറ്റ് പോയിന്റ് ആയിട്ട്, ഏറ്റവും പ്രധാനപ്പെട്ട, നമുക്കറിയാലോ കുറെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇന്ന ടോപ്പിക്കുകൾ ഒരുപാട് പരീക്ഷകൾ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഇപ്പൊ മാത്സിന്റെ കാര്യത്തില് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്കുകളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്കറിയാം എന്തായാലും 8, 9 അല്ലെ 9.5 മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. സോ അത്തരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകളെ മാത്രം പരിഗണിച്ചുകൊണ്ട് നമ്മൾ പുതിയ ഒരു 30 ദിവസത്തെ ക്രാഷ് പ്രോഗ്രാം നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു സാധ്യത കൂടി നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തി എടുക്കാവുന്നതാണ്. ഈ വാക്കുകൾ കണ്ടിട്ടായാലും നിങ്ങൾക്ക് ഈ സാധ്യത പ്രയോജനപ്പെടുത്തി എടുക്കാവുന്നതാണ്. സോ ഇവിടെ നമ്മൾ ലൈവ് ക്ലാസ്സുകൾ കൂടുതൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട, ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഏകദേശം ഐഡിയ കിട്ടി കാണുമല്ലോ. ഇനി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ള സമയമൊന്നും ഇല്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രം കണ്ടെത്തിക്കൊണ്ട് അവിടെ കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് ലൈവ് ക്ലാസ്സുകളും PDF നോട്ടുകളും ഒക്കെ ഉൾപ്പെടെയുള്ള കൃത്യമായ മെന്റർഷിപ്പോട് കൂടി 30 ദിവസം കൊണ്ട് എങ്ങനെ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കണം എന്നുള്ള കൃത്യമായ മെന്റർഷിപ്പോട് കൂടി നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു പുതിയ ബാച്ചാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഈ ഒരു സാധ്യത കൂടി പരമാവധി പ്രയോജനപ്പെടുത്തി എടുക്കാവുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഈ വാക്കുകളൊക്കെ സാധ്യമാകട്ടെ. ഈ വാക്കുകളൊക്കെ നിങ്ങൾ ഉപയോഗിക്കുക. അതേപോലെ നമ്മൾ ഇന്ന് ഇത്രയും കാര്യങ്ങളാണ് മാത്സിനകത്ത് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞത്. നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോരുത്. പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ എത്തിക്കുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. സാധാരണ പിന്നെ നിങ്ങളൊരു പരീക്ഷ എഴുതുന്ന സമയത്ത് ഇപ്പൊ നിങ്ങൾ എല്ലാവരും OMR പരീക്ഷകളൊക്കെ എഴുതി തുടങ്ങിയിട്ടുണ്ടാവും. സോ പരീക്ഷകൾ എഴുതുന്ന സമയത്ത് മാത്സിനകത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു സീരീസ് ആയിട്ട് ഫ്രീ ക്ലാസ്സുകളും ലൈവ് ക്ലാസ്സുകളുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നുണ്ട്. സോ അതൊന്ന് കമൻ്റായിട്ട് പിൻ ചെയ്യുക, അല്ലെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. സോ 2025 എന്ന് പറയുന്ന വർഷം നിങ്ങളുടെ ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒരു വർഷമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. സോ ടേക്ക് കെയർ.